എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ 1 മുതൽ 4 യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 1-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം. ഹൂ ഫസ്റ്റ് യൂസ്ഡ് ദ ടേം സോഷ്യോളജി? സോഷ്യോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓഗസ്റ്റ് കോംതെ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഓഗസ്റ്റ് കോംതെ. വാട്ട് ഈസ് റിനസൈൻസ്? നവോത്ഥാനം എന്താണ്? യൂറോപ്പിൽ 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായ കല, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നിവയുടെ പുനരുജ്ജീവന പ്രസ്ഥാനമാണ് നവോത്ഥാനം. വാട്ട് ഈസ് റിനസൈൻസ് എന്ന് ചോദിച്ചാൽ, നവോത്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്പിൽ 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായ കല, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നിവയുടെ പുനരുജ്ജീവന പ്രസ്ഥാനമാണ് നവോത്ഥാനം. വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്? പ്രബോധന പ്രസ്ഥാനം എന്താണ്? 17-18 നൂറ്റാണ്ടുകളിൽ യുക്തിചിന്ത, ശാസ്ത്രീയ മനോഭാവം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ ബൗദ്ധിക പ്രസ്ഥാനമാണ്. വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്? പ്രബോധന പ്രസ്ഥാനം എന്താണ് ചോദിച്ചാൽ, 17-18 നൂറ്റാണ്ടുകളിൽ യുക്തിചിന്ത, ശാസ്ത്രീയ മനോഭാവം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ ബൗദ്ധിക പ്രസ്ഥാനമാണ് പ്രബോധന പ്രസ്ഥാനം. 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഇയർ ഡിഡ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ ടേക്സ് പ്ലേസ്? ഏത് വർഷത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്? 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വേർ ഡിഡ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? എന്താണ്? വ്യവസായ വിപ്ലവം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇംഗ്ലണ്ടിൽ നിന്നാണ് വ്യവസായ വിപ്ലവം തുടങ്ങിയത്. വാട്ട് ആർ ദി ട്വിൻ റെവല്യൂഷൻ? എന്താണ് ട്വിൻ റെവല്യൂഷൻ? ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ചേർന്നതാണ് ട്വിൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സമൂഹശാസ്ത്രത്തിന്റെ ഉദയത്തിന് ഈ രണ്ട് വിപ്ലവങ്ങളും വലിയ സ്വാധീനം ചെലുത്തി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഹൂ ഫസ്റ്റ് യൂസ് ദ ടേം സോഷ്യോളജി? ഓഗസ്റ്റ് കോംതെ. ഹൂ ഇസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി? ഓഗസ്റ്റ് കോംതെ. വാട്ട് ഈസ് റിനൈസൻസ്? നവോത്ഥാനം എന്താണ്? യൂറോപ്പിൽ 14-ാം മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായ കലാ, സാഹിത്യം, ശാസ്ത്രം, വിദ്യാഭ്യാസം എന്നിവയുടെ പുനരുജ്ജീവന പ്രസ്ഥാനമാണ്. വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്? പ്രബോധന പ്രസ്ഥാനം എന്താണ്? 17-18 നൂറ്റാണ്ടുകളിൽ യുക്തിചിന്ത, ശാസ്ത്രീയ മനോഭാവം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ ബൗദ്ധിക പ്രസ്ഥാനമാണ്. പിന്നെ ഏത് വർഷത്തിലാണ് ഫ്രഞ്ച് റെവല്യൂഷന് നടന്നത് ചോദിച്ചാൽ 1789-ലാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് തുടങ്ങിയത് എവിടെ നിന്നാണ് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്നാണ്. എന്താണ് ട്വിൻ റെവല്യൂഷൻ ചോദിച്ചാൽ ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും കൂടി ചേർന്നതാണ് ട്വിൻ റെവല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ടു ഫീച്ചേഴ്സ് ഓഫ് ദി റിനൈസൻസ്? റിനൈസൻസിന്റെ പ്രധാന 2 സവിശേഷതകൾ എഴുതുക. അതായത് നവോത്ഥാനത്തിന്റെ 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതാണ് മാനവികത, രണ്ടാമത്തേതാണ് ശാസ്ത്രീയ ചിന്തയും യുക്തിചിന്തയും. അപ്പോൾ മാനവികത എന്നുള്ളതിൽ എന്താണ് എഴുതേണ്ടത്? മനുഷ്യന്റെ കഴിവുകൾക്കും വ്യക്തിത്വത്തിനും പ്രാധാന്യം നൽകുന്നു. ശാസ്ത്രീയ ചിന്തയും യുക്തിചിന്തയും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് ശാസ്ത്രീയ മനോഭാവം വളർത്തി. അതാണ് എന്ത്? റിനൈസൻസ്, അതായത് നവോത്ഥാനത്തിന്റെ സവിശേഷതകൾ ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി മെയിൻ ഐഡിയാസ് ഓഫ് എൻലൈറ്റ്മെന്റ്? എൻലൈറ്റ്മെന്റിന്റെ പ്രധാന ആശയങ്ങൾ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? അതായത് പ്രബോധന പ്രസ്ഥാനത്തിന്റെ 2 പ്രധാന ആശയങ്ങൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. യുക്തിചിന്ത, ശാസ്ത്രീയ സമീപനം, സ്വാതന്ത്ര്യം, സമത്വം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യ ആശയങ്ങൾ. അപ്പോൾ ഇതാണ് എന്താണ് എൻലൈറ്റ്മെന്റിന്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ചേഞ്ച് ബ്രോഡ് ബൈ ദി ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ ദി സൊസൈറ്റി? ഫ്രഞ്ച് വിപ്ലവം സമൂഹത്തിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങളെ കുറിച്ച് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ പ്രചാരണം, ജനാധിപത്യ ഭരണരീതിയുടെ വളർച്ച, മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു, സമൂഹത്തിൽ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കി. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ സമൂഹത്തിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ. ഫ്യൂഡലിസത്തിന്റെ തകർച്ച, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളുടെ പ്രചാരണം, ജനാധിപത്യ ഭരണരീതിയുടെ വളർച്ച, മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു, സമൂഹത്തിൽ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യത ഉറപ്പാക്കി.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി 2 കോൺസിക്വൻസസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? വ്യവസായ വിപ്ലവത്തിൻ്റെ 2 പ്രധാന ഫലങ്ങൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫാക്ടറികളുടെ വളർച്ചയും നഗരവൽക്കരണവും പുതിയ സാമൂഹിക വർഗങ്ങളായ മുതലാളി വർഗവും തൊഴിലാളി വർഗവും രൂപപ്പെട്ടു. അപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ 2 പ്രധാന ഫലങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറികളുടെ വളർച്ചയും നഗരവൽക്കരണവും പുതിയ സാമൂഹിക വർഗങ്ങളായ മുതലാളി വർഗവും തൊഴിലാളി വർഗവും രൂപപ്പെട്ടു. ഹൗ ഡിഡ് ദി ട്വിൻ റെവല്യൂഷൻ ഹെൽപ്പ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി? സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് ട്വിൻ റെവല്യൂഷന് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ചേർന്നതാണ് ട്വിൻ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഈ വിപ്ലവങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പഴയ സാമൂഹിക വ്യവസ്ഥകൾ മാറി. നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ജനാധിപത്യം, സാമൂഹിക അസമത്വം തുടങ്ങിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു. ഈ മാറ്റങ്ങൾ ശാസ്ത്രീയമായി പഠിക്കേണ്ട ആവശ്യം ഉണ്ടായതോടെയാണ് സോഷ്യോളജി രൂപം കൊണ്ടത്. എക്സ്പ്ലെയിൻ ദി സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. സമൂഹശാസ്ത്രത്തിന്റെ ഉദയത്തിന് കാരണമായ പ്രധാന സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ യൂണിറ്റ് 2ലേക്ക് കടക്കുന്നതായിരിക്കും. സമൂഹശാസ്ത്രം ഒരു സാമൂഹിക ശാസ്ത്രമായ രൂപം കൊണ്ടത് യൂറോപ്പിൽ 18ാം 19ാം നൂറ്റാണ്ടുകളിൽ ഉണ്ടായ വലിയ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളുടെ ഫലമായാണ്. ഈ മാറ്റങ്ങൾ സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചു. ഇപ്പോൾ സമൂഹശാസ്ത്രത്തിന് ഉദയത്തിന് കാരണമായ പ്രധാന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. റിനൈസൻസ്, നവോത്ഥാനം മനുഷ്യന്റെ കഴിവുകൾക്കും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകി. കല, സാഹിത്യം, ശാസ്ത്രം എന്നിവ വളർന്നു. എൻലൈറ്റ്മെന്റ്, പ്രബോധന പ്രസ്ഥാനം, യുക്തിചിന്ത, ശാസ്ത്രീയ മനോഭാവം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്യൂഡലിസം അവസാനിപ്പിക്കുകയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിക്കുകയും ചെയ്തു. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം. ഫാക്ടറികളുടെ വളർച്ച, നഗരവൽക്കരണം, തൊഴിലാളി വർഗത്തിലെ രൂപീകരണം തുടങ്ങിയ വലിയ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റങ്ങൾ സമൂഹത്തിൽ പുതിയ പ്രശ്നങ്ങളും മാറ്റങ്ങളും സൃഷ്ടിച്ചു. അവയെ ശാസ്ത്രീയമായി പഠിക്കേണ്ട ആവശ്യമുണ്ടായതോടെയാണ് സോഷ്യോളജി എന്ന സാമൂഹ്യ ശാസ്ത്രം രൂപം കൊണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി കോൺട്രിബ്യൂഷൻ ഓഫ് റിനൈസൻസ്, എൻലൈറ്റ്മെന്റ്, ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടു ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. സാമൂഹ്യശാസ്ത്രത്തിന്റെ ഉദയത്തിന് നൽകിയ സംഭാവനകൾ ആരൊക്കെയാണ്? റിനൈസൻസ്, എൻലൈറ്റ്മെന്റ്, ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് നൽകിയ സംഭാവനകളെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിനൈസൻസ്, നവോത്ഥാനം എന്താണ് നൽകിയിട്ടുള്ളത്? മനുഷ്യ കേന്ദ്രീത ചിന്ത വളർന്നു. ശാസ്ത്രത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം ലഭിച്ചു. അന്ധവിശ്വാസങ്ങൾക്ക് പകരം യുക്തിചിന്ത വളർന്നു. എൻലൈറ്റ്മെന്റ്, പ്രബോധന പ്രസ്ഥാനം യുക്തിചിന്തയും ശാസ്ത്രീയ സമീപനവും പ്രോത്സാഹിപ്പിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, മനുഷ്യാവകാശങ്ങൾ എന്നീ ആശയങ്ങൾ പ്രചരിച്ചു. സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കാനുള്ള ചിന്ത വളർന്നു. ഫ്രഞ്ച് റെവല്യൂഷന് ഫ്യൂഡലിസം തകർന്നു. ജനാധിപത്യ ആശയങ്ങൾ ശക്തിപ്പെട്ടു. ഇക്വാലിറ്റി എന്ന ആശയം ലോകമെമ്പാടും പ്രചരിച്ചു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം. വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും നടന്നു. പുതിയ സാമൂഹിക വർഗങ്ങൾ രൂപപ്പെട്ടു. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അസമത്വം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉയർന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ 4 ചരിത്ര സംഭവങ്ങളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവയെ പഠിക്കാനാണ് സോഷ്യോളജി എന്ന ശാസ്ത്രം രൂപം കൊണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ട്വിൻ റെവല്യൂഷൻ. ട്വിൻ റെവല്യൂഷനെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്വിൻ റെവല്യൂഷൻ എന്നത് ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ചേർന്നുള്ള ആശയമാണ്. ഈ 2 വിപ്ലവങ്ങളും യൂറോപ്പിലെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്വാധീനമാണ് പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിച്ചു. ഫ്യൂഡലിസം തകർന്നു. ജനാധിപത്യ ആശയങ്ങൾ വളർന്നു. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സ്വാധീനം എന്തൊക്കെയാണ്? ഫാക്ടറികളും വ്യവസായങ്ങളും വളർന്നു. നഗരവൽക്കരണം വേഗത്തിലായി. തൊഴിലാളി വർഗവും മുതലാളി വർഗവും രൂപപ്പെട്ടു. പുതിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉയർന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ 2 വിപ്ലവങ്ങളും സമൂഹത്തിന്റെ ഘടനയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഈ മാറ്റങ്ങൾ ശാസ്ത്രീയമായി പഠിക്കേണ്ട ആവശ്യമുണ്ടായതോടെയാണ് സോഷ്യോളജി എന്ന സാമൂഹ്യ ശാസ്ത്രം രൂപം കൊണ്ടത്. അതുകൊണ്ട് ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ചേർന്ന് ട്വിൻ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്വിൻ റെവല്യൂഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മൾ യൂണിറ്റ് 2ലേക്കാണ് പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 2ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വാട്ട് ഈസ് സോഷ്യോളജി? സോഷ്യോളജി എന്താണ്?
സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും സാമൂഹിക പെരുമാറ്റങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും സാമൂഹിക പെരുമാറ്റങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ്. അടുത്താണ് റൈറ്റ് എ ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിന്റെ ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എഴുതേണ്ടത്? മാക്സ് വെബറിന്റെ നിർവചനം പ്രകാരം സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. അല്ലെങ്കിൽ ഓഗസ്റ്റ് കോംതെയുടെ അഭിപ്രായത്തിൽ സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. അപ്പം ഇതാണ് റൈറ്റ് എ ഡെഫിനിഷൻ ഓഫ് എ സോഷ്യോളജി എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. മാക്സ് വെബറിന്റെ നിർവചനം പ്രകാരം എന്താണ്? സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. ഓഗസ്റ്റ് കോംതെയുടെ അഭിപ്രായത്തിൽ സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അടുത്താണ് വാട്ട് ഈസ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നത് വ്യക്തികളുടെ പെരുമാറ്റത്തെയും സാമൂഹിക സംഭവങ്ങളെയും സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടാണ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നത് വ്യക്തികളുടെ പെരുമാറ്റത്തെയും സാമൂഹിക സംഭവങ്ങളെയും സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടാണ്. വാട്ട് ഈസ് ദി സ്കോപ്പ് ഓഫ് സോഷ്യോളജി? സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താണ്? സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്നത് സമൂഹശാസ്ത്രം പഠിക്കുന്ന വിഷയങ്ങളുടെ വ്യാപ്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. സമൂഹം, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, സംസ്കാരം തുടങ്ങിയവ ഇതിന്റെ പഠന വിഷയങ്ങളാണ്. അടുത്താണ് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രീയ ശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. രാഷ്ട്രം, സർക്കാർ, ഭരണ സംവിധാനം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, അധികാരം, നിയമങ്ങൾ എന്നിവയെ പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്? വാട്ട് ഈസ് സോഷ്യോളജി? സോഷ്യോളജി എന്താണ്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും സാമൂഹിക പെരുമാറ്റത്തെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ്. റൈറ്റ് എ ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിന്റെ ഡെഫിനിഷൻ എഴുതാൻ പറയാന്നുണ്ടെങ്കിൽ മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യോളജി എന്നും ഓഗസ്റ്റ് കോംതെയുടെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യോളജി എന്നുള്ളതാണ് എഴുതേണ്ടത്. മാക്സ് വെബറിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. ഓഗസ്റ്റ് കോംതെയുടെ അഭിപ്രായത്തിൽ സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. വാട്ട് ഈസ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്? സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ് ചോദിച്ചാൽ വ്യക്തികളുടെ പെരുമാറ്റത്തെയും സാമൂഹിക സംഭവങ്ങളെയും സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി പഠിക്കുന്ന കാഴ്ചപ്പാടാണ് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യോളജി എന്നുള്ള വിഷയം എന്തിനൊക്കെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. സമൂഹം, സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, സംസ്കാരം തുടങ്ങിയവയാണ് ഇതിന്റെ പഠന വിഷയങ്ങൾ. അടുത്താണ് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രീയ ശാസ്ത്രം എന്താണ്? രാഷ്ട്രം, സർക്കാർ, ഭരണ സംവിധാനം, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, അധികാരം, നിയമങ്ങൾ എന്നിവയെ പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് നാച്ചർ ഓഫ് സോഷ്യോളജി. ഈ ക്വസ്റ്റ്യന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം. സോഷ്യോളജി സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പഠിക്കുന്നു. എക്കണോമിക്സ് ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പഠിക്കുന്നു. സാമ്പത്തിക ഘടകങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നതിനാൽ ഇരു വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവ സോഷ്യോളജിയും എക്കണോമിക്സും ഒരുപോലെ പഠിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രതന്ത്രശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പഠിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രം, സർക്കാർ, ഭരണ സംവിധാനം എന്നിവയെ പഠിക്കുന്നു. രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നതിനാൽ ഇരു വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹിക മാറ്റങ്ങൾ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ തീരുമാനങ്ങളെയും സമൂഹത്തെയും സ്വാധീനിക്കുന്നു. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി. ചരിത്രവും സോഷ്യോളജിയും തമ്മിലുള്ള
ബന്ധം എന്താണ്? ഹിസ്റ്ററി ഭൂതകാല സംഭവങ്ങളെ പഠിക്കുന്നു. സോഷ്യോളജി ഇന്നത്തെ സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പഠിക്കുന്നു. ചരിത്ര സംഭവങ്ങൾ ഇന്നത്തെ സമൂഹത്തെ രൂപപ്പെടുത്തിയതിനാൽ സോഷ്യോളജിക്ക് ഹിസ്റ്ററിയുടെ അറിവ് ആവശ്യമാണ്. അതിനാൽ ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം പൂരകമാണ്. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. അതായത് നരവംശ ശാസ്ത്രവും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. സോഷ്യോളജി ആധുനിക സമൂഹത്തെയും സാമൂഹിക സ്ഥാപനങ്ങളെയും പഠിക്കുന്നു. ആന്ത്രോപോളജി മനുഷ്യന്റെ ഉത്ഭവം, സംസ്കാരം, ആദിമ സമൂഹങ്ങൾ എന്നിവയെ പഠിക്കുന്നു. രണ്ടും മനുഷ്യ സമൂഹത്തെയും സംസ്കാരത്തെയും പഠിക്കുന്നതിനാൽ പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആന്ത്രോപോളജിയിലെ അറിവുകൾ സോഷ്യോളജിയുടെ പഠനത്തിന് സഹായകമാണ്. അപ്പം ഇത് മൂന്നും എന്താണ്, ഇപ്പം ഇത് ഓരോന്നോരോന്നും എടുത്ത് ചോദിക്കാതെ മൂന്നും ഒരൊറ്റ ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാതും എഴുതണം. ഓരോന്നും എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോന്നും എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്ന് മാത്രം എഴുതാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്, അത് പോയി കാണാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് 2-ലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യൻസിൽ ചെയ്തിട്ടുണ്ട്, അപ്പം അത് പോയി നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസ്. സോഷ്യോളജിയും അതേപോലെ തന്നെ മറ്റു ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം, ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് എസ്സേ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്, അത് പോയി നോക്കി പഠിക്കുക. ഇതിപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധം, പൊളിറ്റിക്കൽ സയൻസ് തമ്മിലുള്ള ബന്ധം, ഹിസ്റ്ററി ആയിട്ടുള്ള ബന്ധം, ആന്ത്രോപോളജി ആയിട്ടുള്ള ബന്ധം, അത് എല്ലാം എഴുതിയാൽ എന്താണ് ഈ ഒരു ഇതിനുള്ള ആൻസർ ആവും. അത് ഇപ്പം നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനായി ചോദിക്കണം എക്കണോമിക്സും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് എഴുതുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് സോഷ്യോളജി മറ്റു ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം എടുത്ത് എഴുതണം. ഓക്കെ, ഈസ് എ സോഷ്യോളജി എ സയൻസ്. സോഷ്യോളജി ഒരു ശാസ്ത്രമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പം നമുക്ക് നോക്കാം. സാമൂഹ്യശാസ്ത്രം ഒരു ശാസ്ത്രമാണോ എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് പൊതുവെ അത് സാമൂഹ്യശാസ്ത്രമായി പരിഗണിക്കപ്പെടുന്നു. സാമൂഹ്യശാസ്ത്രം ശാസ്ത്രമാണെന്ന് പറയാനുള്ള കാരണം ശാസ്ത്രീയ ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു. നിരീക്ഷണം, സർവേ, അഭിമുഖം, പരീക്ഷണം തുടങ്ങിയ രീതികൾ ഉപയോഗിക്കുന്നു. വസ്തുനിഷ്ഠമായ പഠനമാണ് നടത്തുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തുന്നു. സാമൂഹിക സംഭവങ്ങൾക്ക് കാരണവും ഫലങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്നു. പരിമിതികൾ എന്താണ് ഇതിൻ്റെ? മനുഷ്യരുടെ പെരുമാറ്റം എല്ലായ്പ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. പ്രകൃതിശാസ്ത്രത്തിലെ പോലെ കൃത്യമായ നിയമങ്ങൾ രൂപപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. സാമൂഹിക സാഹചര്യങ്ങൾ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ്, സമൂഹശാസ്ത്രം പ്രകൃതിശാസ്ത്രമല്ലെങ്കിലും ശാസ്ത്രീയമായ രീതി ഉപയോഗിച്ച് സമൂഹത്തെ പഠിക്കുന്നതിനാൽ അതൊരു സാമൂഹ്യശാസ്ത്രം എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതിയാലാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ആവുക. ഇനി നമുക്ക് നേരെ യൂണിറ്റ് 3-ലേക്ക് പോവാം. ഇനി യൂണിറ്റ് 3-ലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Who introduced the concept of sociological imagination? C. Wright Mills. C. Wright Mills ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. വാട്ട് ഈസ് കോമൺ സെൻസ്? എന്താണ് സാമാന്യബോധം? ദൈനംദിന ജീവിതാനുഭവങ്ങളുടെയും വ്യക്തിപരമായ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന സാധാരണ രീതിയാണ് ഇത്. ശാസ്ത്രീയ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ദൈനംദിന ജീവിതാനുഭവങ്ങളുടെയും വ്യക്തിപരമായ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന സാധാരണ രീതിയെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പേഴ്സണൽ ട്രബിൾ? വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്താണ്? ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെയോ കുടുംബത്തെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ. വാട്ട് ആർ പബ്ലിക് ഇഷ്യൂ? എന്താണ് പൊതു പ്രശ്നങ്ങൾ? സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? സാമൂഹ്യശാസ്ത്രപരമായ ഭാവന എന്നതെന്താണ്? വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സമൂഹത്തിലെ പൊതുപ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്ന കഴിവാണ് ഈ ആശയം അവതരിപ്പിച്ചത് സി. റൈറ്റ് മിൽസ് ആണ്. അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സമൂഹത്തിലെ പ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി മനസ്സിലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സി. റൈറ്റ് മിൽസ് ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ 2 ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ 2 ഫീച്ചേഴ്സാണ് ചോദിക്കുന്നത്. സവിശേഷതകൾ: വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നു. സാമൂഹിക സംഭവങ്ങളെ വിശാലമായ സാമൂഹിക ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നു. സാമൂഹിക സംഭവങ്ങളെ വിശാലമായ സാമൂഹിക ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. സോഷ്യോളജി കോമൺ സെൻസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു കോളം വരച്ചിട്ട് എഴുതണം. സോഷ്യോളജി കോമൺ സെൻസ് എന്നുള്ള 2 ഇതാക്കിയിട്ട് എഴുതുക. സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കുന്നു. കോമൺ സെൻസ് ദൈനംദിന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. സോഷ്യോളജി ഗവേഷണവും തെളിവുകളും അടിസ്ഥാനമാക്കുന്നു. കോമൺ സെൻസ് വ്യക്തിപരമായ അനുഭവങ്ങളും വിശ്വാസങ്ങളും അടിസ്ഥാനമാക്കുന്നു. സോഷ്യോളജി വസ്തുനിഷ്ഠമായ സമീപനം സ്വീകരിക്കുന്നു. കോമൺ സെൻസ് വ്യക്തിനിഷ്ഠമായ സമീപനമാണ്. എഴുതുക. അടുത്താണ് എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് പബ്ലിക് ഇഷ്യൂ. പേഴ്സണൽ ട്രബിൾസും പബ്ലിക് ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പേഴ്സണൽ ട്രബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പബ്ലിക് ഇഷ്യൂ സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം വ്യക്തിപരമായ സാഹചര്യങ്ങളാണ്. പബ്ലിക് ഇഷ്യൂവിൻ്റെ കാരണം സാമൂഹിക ഘടനയും സാമൂഹിക സാഹചര്യവുമാണ്. പേഴ്സണൽ ട്രബിൾസിൽ ഉദാഹരണം വ്യക്തിപരമായ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ കുടുംബ പ്രശ്നമാണ്. പബ്ലിക് ഇഷ്യൂവിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, അഴിമതി, സാമൂഹിക അസമത്വം ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സമൂഹശാസ്ത്രപരമായ ഭാവനയെക്കുറിച്ച് വിശദീകരിക്കുക. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം അവതരിപ്പിച്ചത് സി റൈറ്റ് മിൽസ് ആണ്. വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെയും സമൂഹത്തിലെ വിശാലമായ സാമൂഹിക സാഹചര്യങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് സോഷ്യൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ ആശയപ്രകാരം വ്യക്തിയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല സമൂഹത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ സമൂഹത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതിൻ്റെ പ്രധാന സവിശേഷതകളാണ് പറയുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെയും പൊതുപ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നു. സാമൂഹിക സംഭവങ്ങളെ ചരിത്രപരവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ പഠിക്കുന്നു. സമൂഹത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണം, ഒരു വ്യക്തിക്ക് ജോലി ലഭിക്കാത്തത് ഒരു പേഴ്സണൽ ട്രബിൾ ആകാം. എന്നാൽ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലില്ലാതെ കഴിയുകയാണെങ്കിൽ അതൊരു പബ്ലിക് ഇഷ്യൂ ആണ്. എന്നിട്ട് ലാസ്റ്റ്, സമൂഹത്തെയും വ്യക്തിയുടെ ജീവിതത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന സമൂഹശാസ്ത്ര ആശയമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ സി റൈറ്റ് മിൽസ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സി റൈറ്റ്സിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്, ആശയത്തെക്കുറിച്ച്. സി റൈറ്റ് മിൽസ് 1959 പ്രസിദ്ധീകരിച്ച ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഗ്രന്ഥത്തിലൂടെയാണ് ഈ ആശയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അവയെ സമൂഹത്തിൻ്റെ ചരിത്രപരവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ പരിശോധിക്കണം. വ്യക്തിയുടെ പ്രശ്നങ്ങൾ പലപ്പോഴും സമൂഹത്തിലെ വലിയ ഘടനാപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പ്രധാന ആശയങ്ങൾ: പേഴ്സണൽ ട്രബിൾസും പബ്ലിക് ഇഷ്യൂവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. വ്യക്തിയുടെ ജീവിതവും സമൂഹവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യണം. ഉദാഹരണം, ഒരു വ്യക്തിക്ക് ജോലിയില്ലാത്തത് പേഴ്സണൽ ട്രബിൾ ആണ്. എന്നാൽ രാജ്യത്ത് വലിയ തോതിൽ തൊഴിലില്ലായ്മ ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഇഷ്യൂ ആണ്. ഉപസംഹാരം: സി റൈറ്റ് മിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ആശയം സമൂഹശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ്. വ്യക്തിയെയും സമൂഹത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി സാമൂഹിക സംഭവങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി ഈ ആശയം സഹായിക്കുന്നു. ഇതിലെന്താ, നിങ്ങൾ ആദ്യം തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ സി റൈറ്റ്സ് മിൽസിന് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിം കാര്യങ്ങൾ തന്നെയാണ് എഴുതി കൊടുക്കേണ്ടത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ കുറിച്ച് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ പഠിച്ചതിന് ശേഷം
എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് യൂണിറ്റ് 1 to 3, അതായത് ബ്ലോക്ക് 1 യൂണിറ്റിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സായിട്ട് ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. നമ്മളിതിൽ 3 യൂണിറ്റ്സാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 4 യൂണിറ്റ് അല്ല, ബ്ലോക്ക് 1 3 യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 2 3 യൂണിറ്റ് ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം.